ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 130ലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ബൈബിൾ പോർഷൻ പറയുന്നു ഇയ്യോബ് 13 മുതൽ 16 വരെ, അപ്പോസ്തല പ്രവർത്തികൾ 24 അധ്യായം. ഇതാണ് പോർഷൻസ്. ഓൾറെഡി എല്ലാവരും വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ആദ്യത്തെ ചോദ്യം, അഗ്നിക്ക് ഇരയാകുന്നത് എന്ത്? അഗ്നിക്ക് ഇരയാകുന്നത് എന്ത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഞാനൊരു സ്ത്രീയാണ്, എന്റെ പേര് ബൈബിളിൽ ഒരു പ്രാവശ്യം മാത്രമേ ഉള്ളൂ, എന്റെ പേരിനകത്ത് പഴയ നിയമത്തിലെ മറ്റൊരു സ്ത്രീയുടെ പേരുണ്ട്, എങ്കിൽ ഞാൻ ആര്? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നു. ഞാനൊരു സ്ത്രീയാണ്, എന്റെ പേര് ബൈബിളിൽ ഒരു പ്രാവശ്യം മാത്രമേ ഉള്ളൂ, എന്റെ പേരിനകത്ത് പഴയ നിയമത്തിലെ മറ്റൊരു സ്ത്രീയുടെ പേരുണ്ട്, എങ്കിൽ ഞാൻ ആര്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കഴുത്തിന്റെ പിൻഭാഗത്തിന് പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്ന പദം. ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാം. കഴുത്തിന്റെ പിൻഭാഗത്തിന് പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്ന പദം. നാലാമത്തെ ക്വസ്റ്റ്യൻ, ബൈബിളിലെ ഒരു വൃക്ഷം, കേരളത്തിലെ ഒരു നദി, മരത്തിന്റെ തൊലി എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു പദം, ഇവ ചേർന്ന ഒരു 4 അക്ഷര വാക്ക് ഏതെന്ന് പറയാമോ? ബൈബിളിലെ ഒരു വൃക്ഷം, കേരളത്തിലെ ഒരു നദി, മരത്തിന്റെ തൊലി എന്നർത്ഥം വരുന്ന ഒരു പദം, ഇവ ചേർന്ന ഒരു 4 അക്ഷര വാക്ക് ഏതെന്ന് പറയാമോ? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വ്യാജ ചികിത്സകന്മാർ എന്നർത്ഥം വരുന്ന പദം ഏത്? വ്യാജ ചികിത്സകന്മാർ എന്നർത്ഥം വരുന്ന പദം ഏത്? അപ്പൊ ഇതാണ് 5 ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ കേട്ടപ്പോഴേ എല്ലാവർക്കും ആൻസേഴ്സ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നിങ്ങൾ ഉത്തരം അയക്കേണ്ടത് നിങ്ങളുടെ ആൻസേഴ്സും വിത്ത് റെഫറൻസും കൂടി ചേർത്താണ്. താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്കാണ് നിങ്ങളുടെ ഉത്തരങ്ങൾ അയക്കേണ്ടത്. ഇതിന്റെ ശരി ഉത്തരം നാളെ റിവീൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ശരി ഉത്തരവുമായിട്ട് നമുക്ക് നാളെ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ഏഞ്ചൽ സൈനിങ് ഓഫ്. ബൈ ആൻഡ് ടേക്ക് കെയർ.